RLVയുടെ 3 പരീക്ഷണങ്ങളും വിജയിച്ചതോടെ അടുത്ത ഘട്ടമായ ഓർബിറ്റൽ റീ എൻട്രി വെഹിക്കിൾ അല്ലെങ്കിൽ ORVയുടെ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് ISRO. ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുന്ന വാഹനത്തെ അവിടുത്തെ ആവശ്യം കഴിഞ്ഞു സുരക്ഷിതമായി ഭൂമിയിലെ റൺവേയിൽ തിരിച്ചിറക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. RLV പരീക്ഷണ വാഹനത്തേക്കാൾ 1.6 മടങ്ങ് വലിപ്പമുണ്ടാകും ORVക്ക്. 2 വർഷത്തിനുള്ളിൽ പരീക്ഷണം നടക്കുമെന്നാണ് ISRO അറിയിച്ചിരിക്കുന്നത്. PSLV റോക്കറ്റ് ഉപയോഗിച്ച് ORVയെ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭൗമ ഭ്രമണപഥത്തിലെത്തിക്കും. കാലാവധിക്ക് ശേഷം പ്രൊപ്പൽഷൻ എഞ്ചിൻ ഉപയോഗിച്ച് ഈ വാഹനത്തെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തിറക്കി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരും. ഭൂമിയുടെ അന്തരീക്ഷത്തോടടുക്കുമ്പോൾ RLVയുടെ മാതൃകയിൽ സുരക്ഷിതമായ റൺവേയിലേക്ക് എത്തിച്ചു ലാൻഡ് ചെയ്യിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ജൂൺ 23-നാണ് RLVയുടെ 3ാം ലാൻഡിംഗ് പരീക്ഷണം വിജയിച്ചത്. വ്യോമസേനയുടെ ചിനൂക് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പുഷ്പക് എന്ന് പേരിട്ടിരിക്കുന്ന RLV പേടകത്തെ 4.5 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്കിട്ടുകൊണ്ടായിരുന്നു പരീക്ഷണം. സ്വയം ദിശയും വേഗവും നിയന്ത്രിച്ച് പേടകം റൺവേയിൽ തിരിച്ചിറങ്ങുകയായിരുന്നു.